28% GST 40% വർദ്ധിച്ചതോടുകൂടി അവർ ലാഭവിഹിതം കുറഞ്ഞു. 7 രൂപ 40 പൈസ മാത്രമാണ് ഒരു ടിക്കറ്റിൽ അവർക്ക് കിട്ടുന്നത്. ടോട്ടലി കാഴ്ചയില്ലാത്തവർക്ക് ഒട്ടും ഇറങ്ങി നടന്ന് വിൽക്കാനൊക്കത്തില്ല. മഴ വെള്ളം വീണാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഇതുപോലൊരു സഹായം കിട്ടുകയാണെങ്കിൽ വലിയ സഹായമാണ്. കാഴ്ചയില്ലാത്ത ലോട്ടറി തൊഴിലാളികൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെ ഉപജീവന മാർഗം ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കച്ചവടം വലിയ കുറവിലാണുള്ളത്. അപ്പോൾ നമ്മളോട് അവർ സംസാരിക്കും. എന്താണ് നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം? ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ GST വർധനയോടുകൂടി 28% GST 40% വർദ്ധിച്ചതോടുകൂടി അവർ ലാഭവിഹിതം കുറഞ്ഞു. 7 രൂപ 40 പൈസ മാത്രമാണ് ഒരു ടിക്കറ്റിൽ അവർക്ക് കിട്ടുന്നത്. മുമ്പ് 30 രൂപയുടെ ടിക്കറ്റിന് കിട്ടിയിരുന്ന അതേ തുക തന്നെയാണ് 50 രൂപയ്ക്ക് കിട്ടുന്നത്. അതേസമയം കച്ചവടം കുറവാണ്. മറ്റുള്ള സമൂഹത്തിൽ നിന്നും നമുക്ക് അവഗണന നേരിടുന്നു. സാധാരണ വ്യക്തികൾക്ക് ഓടി നടന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ കഴിയുമ്പോൾ നമുക്കത് കഴിയാതെ വരുന്നു. അപ്പോൾ വരുമാനവും ഇല്ല, ടിക്കറ്റ് കച്ചവടവും ഇല്ല, അതുപോലെ തന്നെ കിട്ടുന്നതിലുള്ള കമ്മീഷനും കുറവാണ്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇതിനെതിരെ ഞങ്ങൾ പലതരത്തിലുള്ള നിവേദനങ്ങളും കൊടുത്തിരുന്നു. ഭിന്നശേഷി സമൂഹത്തിന് സഹായക ഉപകരണങ്ങൾ ലഭ്യമാക്കണം എന്നതിനെ സംബന്ധിച്ചും നിവേദനം കൊടുത്തിരുന്നു. ക്ഷേമനിധി അവർക്ക് നൽകണമെന്ന് നിവേദനത്തിൽ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി സമരങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിനൊന്നും പരിഹാരം കണ്ടില്ലെന്ന് മാത്രമല്ല, ഈ GST വർധനവ് വന്നതോടുകൂടി കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാർ വിൽക്കുന്ന, കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർ വിൽക്കുന്ന 100 ടിക്കറ്റ് GST നിന്ന് ഒഴിവാക്കി അവരെ രക്ഷിക്കണം. അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്നാണ് ആവശ്യം. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഇതിൻ്റെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഐകകണ്ഠേന ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ ഞങ്ങൾക്ക് അത്യാവശ്യം ഈ ഉപകരണങ്ങളൊക്കെ എത്തിക്കുന്നതിനോടൊപ്പം ഒരു 3 മാസത്തിൽ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മഴക്കാലത്ത് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങാനൊക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആവശ്യം അംഗീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ബോർഡ് തീരുമാനമെടുത്തിട്ട് മിനിസ്റ്ററുടെ അംഗീകാരത്തിന് വിട്ടിരുന്നു. എന്നിട്ടത് അണ്ടർ സെക്രട്ടറിയുടെ ചെന്നപ്പോൾ കുറയിട്ട് മാറ്റുകയാണ് ചെയ്തത്. എന്താണ് അതിന് തടസ്സം വന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ 3 മാസം ടിക്കറ്റുമായിട്ട് ഇറങ്ങാനൊക്കത്തില്ല. ഒന്നാമത് ടോട്ടലി കാഴ്ചയില്ലാത്തവർക്ക് ഒട്ടും ഇറങ്ങി നടന്ന് വിൽക്കാനൊക്കത്തില്ല. മഴ വെള്ളം വീണാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഇതുപോലൊരു സഹായം കിട്ടുകയാണെങ്കിൽ വലിയ സഹായമാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അന്ന് ജോലിക്ക് പോകാനൊക്കാത്തതുകൊണ്ട് ഇതുപോലെ ക്ഷേമനിധിയിൽ കൊടുക്കുന്നുണ്ട്, അവരുടെ ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലൊരു തുക ഭിന്നശേഷിക്കാർക്ക് അത് വിതരണം ചെയ്ത് ആണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്ന് അതിനുപോലും സർക്കാർ ഇതുവരെ ഒന്നും തയ്യാറായിട്ടില്ല. അതിനൊരു മുൻഗണന മാധ്യമങ്ങൾ വഴിയെങ്കിലും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ GSTയിലുള്ള വർധനവാണ് ഇവരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സമൂഹത്തിലും വലിയ അവഗണന തന്നെ നേരിടുന്നുമുണ്ട്. അപ്പോൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെയും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുഷ്ക, വിസ്മയാനോസ്, തിരുവനന്തപുരം.